തപ്പോരപ്പോരപ്പാനി തപ്പു കൊടുക്കലെന്തുണ്ട് ഉണ്ണേക്കുണ്ണ മാമുണ്ട്. അച്ഛമ്മേ, എല്ലാരും ചോദിച്ചേ അന്ന് ഞാൻ എണ്ണ വിറ്റ പൈസ അച്ഛമ്മക്ക് കൊണ്ടു തന്നില്ലേ? അപ്പൊ പൈസ കിട്ടിയപ്പോ എന്താ തോന്നിയത്? പൈസ കിട്ടിയപ്പോ സന്തോഷായി. മുത്തച്ഛ കൊറേ കഷ്ടപ്പെട്ടതല്ലേ, നീ ഉണ്ടാക്കന്നെ. അതിന് കഴിയോ ഇനി ഉണ്ടാക്കാൻ? നോക്കേ, നമ്മള് പണിയെടുക്കണ്ട പറഞ്ഞാലും കേക്കില്ല മുത്തശ്ശി. മോളെ, കാല ചെറുപ്പത്തിലെ അച്ഛമ്മ പണിയെടുത്ത് പഠിച്ചതാണ്. എത്ര ചെറുപ്പത്തില്? ഞാനോ 6 വയസ്സ് 7 വയസ്സാകുമ്പോ ഞാൻ പണിയെടുത്തിറങ്ങിയതാ മോളെ. സ്കൂളിൽ പോവും, അമ്മക്ക് സഹായിച്ചു കൊടുക്കും. വേലക്കാരിയല്ല, കോലക്കാരിയാണ്. വേലക്കാരി. അയ്യാ, നിങ്ങക്ക് ഇപ്പൊ ഒന്നറിഞ്ഞിണ്ടാതൊരു വേലക്കാരി വേണം. എന്റെ പൂണ അതും ഇല്ല, ഒരു വേലക്കാരനും ഇല്ല, വേലക്കാരും ഇല്ല, അച്ഛമ്മ മാത്രമേ ഉള്ളൂ. അച്ഛമ്മ ഈ കുട്ടികളെ നോക്കൽ അടുക്കള പണിയൊക്കെ എല്ലാം കൂടെ ഒക്കെ ചെയ്യും. എങ്ങനെ? സ്വന്തം അച്ഛൻ പാർത്ത പണിക്ക് പോവും, മുരളി കൊണ്ട് പോവും. ചോറുണ്ടാക്കണം, കൂട്ടാൻ വെക്കണം, ചായ കൊടുക്കണം, അവർക്ക് അതിലേക്ക് പലഹാരം ഉണ്ടാക്കണം, കുട്ടീനെ നോക്കണം, കുട്ടീനെ കുളിപ്പിക്കണം. അത് ഒരു കുട്ടിയൊന്നും അല്ല, ഒരു കുട്ടിയാണ്, ഒരു കുട്ടിയല്ലോ. പറ്റിട്ടില്ലേ? അതല്ല, ഒരു കുട്ടിയല്ലല്ലോ, ഇരട്ട പറ്റതല്ല. നോക്കെ എന്റെ കുട്ടി കാത്തിട്ട് നോക്കെ. ഒരു കുട്ടിയല്ല, 7 കുട്ടികളുണ്ടായില്ലേ? അതൊക്കെ ഞാൻ നോക്കി പത്തി. അപ്പൊ അന്ന് ബേബി സിറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല? ആര്? ബേബി സിറ്റർ ഉണ്ടായിരുന്നുണ്ടോ? എന്തായിരുന്നു? 25 ഒന്നും കൂടിയല്ല, 25 ആളായിരുന്നു സഹായിക്കാൻ. ബേബി സിറ്റർ. ബേബി സെറ്റ് ആണെങ്കിൽ അയ്യോ എന്റെ കുട്ടി തന്നെ ഇന്ന ബേബി സെറ്റ് ആയിട്ട് കൊണ്ടുപോകണം. ഈ പണികളൊക്കെ കൂടെ എങ്ങനെയാ അച്ഛമ്മ ഒറ്റയ്ക്ക് ചെയ്തത്? മോളെ, അതൊന്നും പറയണ്ട. അതൊക്കെ ഒരു കുസർത്തിന്റെ മുകളിൽ അങ്ങനെ ചെയ്യും. ഒരു ഇതിന്റെ മുകളിൽ അങ്ങനെ ചെയ്യന്നെ. അപ്പോഴേക്കും ഇവിടുത്തെ പേരറിയും. അപ്പൊ പിന്നെ ഞാൻ കുളിപ്പിച്ച് പാലും കൊടുത്ത് അടകർത്തു. അപ്പൊ എപ്പോഴാ വെറുതെ ഇരിക്കല്? വെറുതെ ഇരിക്കാൻ ഞാൻ കുഴി പോണം. അങ്ങനൊന്നും പറയരുത്. 13 വയസ്സിലേ 6ാം അടുപ്പിലേക്കാ പോയിക്കുന്നത്. കല്യാണം കഴിച്ച് വീട്ടിലേക്കല്ലേ കൊണ്ടുപോവാ? വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ അടുപ്പുണ്ടാവില്ലേ? അന്ന് ഗ്യാസ് ഇല്ല, കേസില്ല, വിധിയാണ്. അന്ന് കേസില്ല. മുത്തശ്ശീനെ ആരെങ്ങനെ കോമഡി പറയാൻ പഠിപ്പിച്ചേ?